ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണല്ലേ. എനിക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മാസമാണ് കേട്ടോ ഡിസംബർ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ക്രിസ്മസ് തന്നെയാണ്. കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എനർജിയാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും പിന്നെ ഡിസംബർ 1-ാം തീയതി തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുന്ന ആ ഒരു നക്ഷത്രവും പിന്നെ ഇതേപോലെ മിന്നി മിന്നി കത്തുന്ന ബൾബുകൾ, അതേപോലെ കുറേ അലങ്കാര സാധനങ്ങൾ. അന്നത്തെ കാലത്ത് ബലൂൺസാണ് കേട്ടോ ക്രിസ്മസ് ട്രീയിലിടാൻ കൂടുതലും ബലൂൺസും തോരണങ്ങളുമാണ്. അപ്പോൾ അതേപോലെ പ്ലം കേക്ക്, പാതിരാ കുർബാന, എല്ലാറ്റിനും ഉപരിയായിട്ട് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന പോത്തിറച്ചി വലത്തിയത്, ഇതൊക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോയിലേക്കാണ് കേട്ടോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളും ചെറുതായിട്ടൊന്ന് അടിച്ചു പൊളിച്ചു കേട്ടോ. സാധാരണ ദിവസം പോലെ കടന്നു പോകേണ്ടതായിരുന്നു ക്രിസ്മസ്. ചെറിയ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കടന്നു പോകേണ്ടിയിരുന്ന ഒരു ക്രിസ്മസിനെ ഉണ്ണിക്കുട്ടൻ ഒരാൾ കാരണം ഭയങ്കര കളർഫുള്ളായി കേട്ടോ. ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലായിരുന്നു നമ്മുടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. അവൻ്റെ വായിൽ നിന്ന് വീണ ചെറിയ ചെറിയ വാക്കുകളും അവൻ്റെ ചെറിയ ചെറിയ വാശികളും ഒക്കെയാണ് നമ്മളെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് പോയില്ല കേട്ടോ. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ഇച്ചിരി മോശമായിരുന്നു, അതുകൊണ്ട് പോയില്ല. അപ്പോൾ ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്ത റെഡ് കളർ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ട് വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ. പള്ളിയിൽ പോകാൻ ഇറങ്ങിയാലും പട്ടി ഷോ മുഖ്യമാണ്. അതുകൊണ്ട് അവിടെ നിന്നിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ചേർപ്പങ്ക പള്ളിയിലേക്കാണ്. കാരണം നമുക്ക് പാതിരാ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പാതിരാ കുർബാന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതൊരു മിസ്സിങ് ആണ്. എന്നാലും നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്. അപ്പം ദേണ്ട നമ്മൾ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേർപ്പങ്ക പള്ളി ഇങ്ങനെ ഫുള്ള് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഡിസംബർ 31 ജനുവരി 1 ചേർപ്പങ്ക പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ എൻ്റെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ മമ്മിയുടെ പുറകെ പോവുകയാണ്. ഇതേ പെരുന്നാളിൻ്റെ കൊടിയേറി നിൽക്കുന്നതാണ് അത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉണ്ണിക്കുട്ടൻ്റെ തൊട്ട് പുറകെ ഞാനുണ്ടാവും, മമ്മിയുടെ കൂടെ അങ്ങ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വിളക്കിലിങ്ങനെ എണ്ണ ഒഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം വരും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ആരെങ്കിലും എന്നെ വഴക്ക് പറയുമോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അത് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ആ പേടി. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വിളക്കിലിങ്ങനെ എണ്ണ ഒഴിക്കാൻ. അപ്പോൾ ഞാനും ഇതേപോലെ എണ്ണ ഒഴിക്കുമ്പോൾ നോക്കും ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ, ആരെങ്കിലും വഴക്ക് പറയാൻ വരുന്നുണ്ടോ എന്ന്. എന്താണെന്നറിയില്ല, ഒരു പേടി. ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയുമോ എന്നൊക്കെയുള്ളൊരു പേടി അന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു മുഖത്തെ ഭാവം മാറുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ, അവൻ ഇതാണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ ഏറ്റവും വലിയ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിളക്കിൻ്റെ ഏറ്റവും മേളിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഒഴിക്കുക എന്നുള്ളതായിരുന്നു. അതൊക്കെ ഒരു കാലം ഏറ്റവും നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചിരുന്ന കാലത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ വലുതായതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും വലുതായി. അപ്പം ഞങ്ങളുടെ ഉണ്ണീശോ തേണ്ട ആ ഒരു ചില്ലുകൂട്ടിനകത്ത് നല്ല സുന്ദരക്കൂട്ടനായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണിക്കുട്ടൻ തേണ്ട എൻ്റെ മടിയിലും നല്ല സുന്ദരക്കൂട്ടനായിട്ടിരിക്കുന്നുണ്ട്. അകത്ത് കുർബാന നടക്കുമ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് സെൽഫിയൊക്കെ എടുത്ത് കളിച്ച് കേട്ടോ. അതാണ് ഞങ്ങളുടെ പരിപാടി. അങ്ങനെ ഒരു വിധത്തിൽ ഉണ്ണിക്കുട്ടൻ നോക്കിയിരുന്ന് കുർബാനയൊക്കെ തീർന്നു എന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളി ഹാപ്പി ആയിട്ട് ഇതേ പുൽക്കൂട് കാണാൻ പോവാണ് കേട്ടോ. അവിടെ ഇരുന്ന സമയത്ത് മൊത്തം എന്നോട് ചോദിക്കായിരുന്നു, അമ്മേ പ്രാർത്ഥന തീരാറായോ നമുക്ക് പുൽക്കൂട് കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ എന്തായാലും അവനെ അതേ പുൽക്കൂട് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളിക്ക് പുൽക്കൂട് കാണണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു വാശിയുടെ കാര്യം വേറൊന്നുമല്ല, അമ്മയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കണം. അമ്മയ്ക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ വേണ്ടി വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊച്ചിത്രയും ഇതായിട്ട് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ചേർപ്പങ്ക പള്ളിയുടെ പുൽക്കൂടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. എൻ്റെ കുഞ്ഞിലെ ഞങ്ങളിങ്ങനെ ഡിസംബർ 31 നോക്കിയിരിക്കും. കാരണം ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഡിസംബർ 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ചേർപ്പങ്കിൽ പ്രസൻ്റ് ആയിരിക്കും. എന്നിട്ട് വന്ന് ഈ പുൽക്കൂട് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഇത്രയും വെറൈറ്റി ആയിട്ട് ഓരോ വർഷവും പുതിയ പുതിയ വെറൈറ്റിയിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന വേറൊരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. ചേർപ്പങ്ക പള്ളിയിലായിരുന്നു ഏറ്റവും വെറൈറ്റിയിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ നോക്കിയിരിക്കും, ഈ വർഷം എന്താണ് പുതുമ എന്ന്. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം. പക്ഷേ അന്ന് ഇതേപോലെ ക്യാമറയും മൊബൈലും ഒന്നും നമുക്ക് സ്വന്തമായിട്ടില്ലാഞ്ഞത് കൊണ്ട് അതിൻ്റെ ഒന്നും ഫോട്ടോയോ വീഡിയോയോ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര മെമ്മറീസാണ് അതൊക്കെ. ഒരുപാട് നൊസ്റ്റാൾജിയാണ് കേട്ടോ.
ആ ഒരു പുൽക്കൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ അവർ ഓരോ വർഷവും കൊണ്ടിരുന്ന പുതുമ നമ്മളൊന്നും അതുപോലെ ഞാൻ വേറെ ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. ചേർപ്പുങ്ക പള്ളിയിലെ പുൽക്കൂടുകളിൽ വന്നിട്ടുള്ള അത്രയും വെറൈറ്റീസ് ഞാൻ വേറെ ഒരു പള്ളിയിലും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ പരാതിയായിരുന്നു എനിക്ക് ആങ്ങളയില്ല എന്നുള്ളത്. ഇപ്പോൾ എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മോനായിട്ടും ആങ്ങളായിട്ടും ഒക്കെ ഒരാളുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചങ്ങ് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയുടെ അലങ്കാരങ്ങളൊക്കെ ഇത്രയൊക്കെ ആയി. അവിടെ കുർബാന നടക്കുന്നതിനിടയിൽ പോലും ക്രിസ്മസ് ആയിട്ട് പോലും ചേട്ടന്മാർ ലൈറ്റൊക്കെ ഇടാൻ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഡിസംബർ 31 ആകുമ്പോഴത്തേക്ക് നല്ല തകർത്തടിച്ചുള്ളൊരു ഡിസൈനൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, പോയി കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കുരിശുംതട്ടിയിലൊക്കെ ഇതേപോലെ കുറേ മൊയിലുകളെയൊക്കെ വെച്ച് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അതൊക്കെ കാണിച്ച് ഉണ്ണിക്കുട്ടനെ പറ്റിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും വയറ്റിൽ കാറ്റ് കയറി തുടങ്ങി, വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ വലിയ കഥകൾ പറയുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പെട്ടെന്നൊന്ന് ഡ്രസ്സൊക്കെ മാറി എന്ന് വെച്ച് ഞാൻ ഓടി വന്നതാണ്. ഈ പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീൻ വെക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലായിരുന്നു തലേദിവസം മൊത്തം എൻ്റെ മുമ്പിൽ ഈ ബീഫൊക്കെ ഇരുന്നത്. ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പം പള്ളിയിൽ പോയിട്ടിങ്ങനെ വന്നിട്ട് ആ ഒരു നോമ്പ് വീട്ടാനുള്ള ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഓടി വന്ന് ആ ബീഫ് വരട്ടിയതെടുത്ത് ഇങ്ങനെ പെറുക്കി തിന്നായിരുന്നു കേട്ടോ. കാരണം അത്രയും ഞാൻ കൺട്രോൾ ചെയ്താണ് ഇരുന്നത്. മമ്മി എന്നെ അത് കണ്ടപ്പോൾ കുറേ വഴക്കും പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് നീയൊക്കെ നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞു കേട്ടോ. പക്ഷേ സത്യത്തിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായി, പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ എല്ലാ നോമ്പും എടുക്കുമായിരുന്നു. പക്ഷേ ഞാനൊരു നേഴ്സിങ്ങിനൊക്കെ പോയപ്പോൾ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ ഒരിക്കലും നോമ്പെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ വർഷമാണ് ഞാൻ നോമ്പെടുക്കുന്നത്. അതും ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും തന്നെ മനസ്സിൽ തോന്നി. എനിക്ക് നോമ്പെടുക്കണമെന്ന് തന്നെ തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്നാലും അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ നോൺ വെജ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി പോയി. അപ്പോൾ അതിനെ പെട്ടെന്ന് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം, എനിക്ക് നോമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 25 ദിവസം ഞാൻ കഴിക്കാതെയൊക്കെ ഇരുന്നു. അങ്ങനെ എന്താ പറയുക, വിജയകരമായിട്ട് ഞാൻ എൻ്റെ നോമ്പ് പൂർത്തിയാക്കി. സാധാരണ ഇപ്പം ഞാൻ 8 നോമ്പ് മാത്രമേ എടുക്കാറുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ മണർകാട് പള്ളിയിലെ 8 നോമ്പ് മാത്രമേ എടുക്കാറുള്ളായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഉണ്ണിക്കുട്ടനെ എനിക്ക് കിട്ടിയത് മണർകാടമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 8 നോമ്പ് മുടക്കാറില്ല. ഉണ്ണിക്കുട്ടൻ ഉണ്ടാകുന്നതിൻ്റെ തലേ വർഷം മുതൽ, അതിന് മുമ്പും എടുക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെയോ വെച്ച് അതിനൊക്കെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിക്കുട്ടൻ ഉണ്ടാകുന്നതിൻ്റെ തലേ വർഷം മുതൽ ഒരിക്കലും മുടക്കാതെ ഞാനിപ്പോൾ 8 നോമ്പ് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ തലേദിവസത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കുകയാണ്. ഈ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലാതെ നമ്മളതിൻ്റെ ഉപ്പ് പോലും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുകയാണ്, ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ തകർത്തടിച്ച് ഫോണിൽ കളിയാണ് കേട്ടോ. വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ഫോണിൽ കളിയാണ്, ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ ഇനി നമ്മൾ അപ്പം ചൂടാൻ പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള അപ്പം, കള്ളപ്പമാണ്. പക്ഷേ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കിയത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ഈ കൂടെ ഷെയർ ചെയ്താൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ലോങ് ആണ് വീഡിയോ. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇതിങ്ങനെ ഇത്രയെങ്കിലൊക്കെ ആക്കാൻ പറ്റിയത്. അപ്പോൾ ഓരോ കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഉപ്പും ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ മമ്മി എന്നോട് പറയുന്നത് ആർത്തി മൂത്ത് വാരി വായിലിട്ടിട്ട് അണ്ണാക്കെല്ലാം പൊള്ളരുതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും നോക്കി മമ്മിയോട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഒരു നേരം പോലും ആഹാരം കഴിച്ചില്ല കേട്ടോ. കാരണം ഈ അപ്പം, ദോശ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ചൂടോടെ, ആ കല്ലേന്ന് എടുക്കുന്ന ചൂടോടെ തന്നെ കഴിക്കണം. കണ്ടോ, ഇപ്പം തന്നെ ആ അപ്പം തിന്നുന്നുണ്ടോ, വായിലോട്ട് ആ കല്ലേന്ന് എടുത്ത പുറകെയുള്ള അപ്പം ഇടുന്നതാണ്. പക്ഷേ പൊള്ളുന്നുണ്ട്, എന്നാലും അത് അങ്ങനെ തിന്നാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആദ്യം അപ്പം ചുട്ടു, പപ്പായ്ക്കും കൊച്ചിനും കൊടുത്തു. പിന്നെ മമ്മിയോട് കഴിച്ചോളാം ഞാൻ പറഞ്ഞു. കാരണം മമ്മിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മമ്മി മെഡിസിനൊക്കെ കഴിക്കുന്നതാണ്. മമ്മി കഴിച്ചോമ്മി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പതുക്കെ ലേറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചതെടുത്ത് പുറത്തേക്കൊന്ന് വെക്കുകയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ അത് കട്ടയായിട്ടിരിക്കുമല്ലോ, നമുക്കിനി ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അപ്പം അങ്ങനെ ചുട്ടെടുക്കുകയാണ്. പപ്പായും മമ്മിയും ഒക്കെ കഴിച്ച് ഇനി ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കള്ളപ്പവും അതുപോലെ തന്നെ നല്ല ബീഫ് കറിയാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒന്നും തന്നില്ല എന്ന് ഇനി ആരും പരാതി പറയരുത്. അപ്പോൾ എൻ്റെ വകയായിട്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് കള്ളപ്പവും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന ഫുഡ് മനസ്സറിഞ്ഞും വയററിഞ്ഞും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 10-25 ദിവസം നോൺ വെജ് ഒന്നും ഇല്ലാതെ കഴിച്ചത് കൊണ്ട്
കഴിക്കണം എന്നുള്ള ആക്രാന്തം ഉണ്ട് താനും, പക്ഷെ കഴിക്കാനും പറ്റുന്നില്ല. അപ്പോൾ മമ്മി ഞാൻ വേറെന്തോ നോക്കുകയാണെന്നൊക്കെ ഓർത്ത് വന്ന് പിന്നെയാണ് മമ്മിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് തിന്നുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞേച്ച് പോയതാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ആക്ടിവിറ്റീസാണ് കേട്ടോ ശരിക്കും ഇന്നത്തെ ദിവസം ചേഞ്ച് ചെയ്തത്. കാരണം അവൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അവൻ എന്താണെന്നറിയില്ല, ഭയങ്കര തകർക്കലായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡാൻസിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ പെരക്കകത്ത് മാത്രമേ കളിക്കത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളോളം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കൊച്ചു വേറെ ഇല്ല. ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ അവനാണോ എന്ന് കാണുന്നവർ സംശയിക്കും, അത്രയും പാവമാണ്. അപ്പോൾ ഇവനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വരെ പറയും കേട്ടോ, അയ്യോ പാവം കൊച്ചാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ വഴക്കോ വാശിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊച്ചാണെന്നൊക്കെ കാണുന്ന മനുഷ്യർ ഇവനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ടെങ്കിൽ സത്യാവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇവൻ്റെ തനി സ്വഭാവം എന്നാന്ന് കാണുന്ന ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ അതിനകത്തുണ്ട് ഇവൻ്റെ തനി സ്വഭാവം. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഡാൻസൊക്കെ കളിച്ച് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കുറേ നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്ന് ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്നോർത്ത്. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് അവിടെ കൂട്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ തറയിൽ തന്നെ അങ്ങ് ചാഞ്ഞു. എന്നാ വേണ്ടേ? ബിരിയാണി വേണോ? എന്നാ എന്നെ ഒന്ന് സ്നേഹിച്ചേ, എന്നാ ഉണ്ടാക്കി തരാം. ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത്? ഇങ്ങനെയാണോ സ്നേഹിക്കുന്നത് കള്ളിപ്പെണ്ണെ? ഇനി എന്നോട് വഴക്കുണ്ടാക്കുവോ? ഉറപ്പാണോ? സത്യമായിട്ടും? സത്യം. എന്നാ ഉണ്ടാക്കി തരാവേ. ബിരിയാണിക്ക് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി പുരട്ടി വെച്ചിരുന്ന ബീഫാണിത്. മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത്, ചെറുനാരങ്ങ നീര്, അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലിട്ട് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ആ സമയത്ത് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട്, കിസ്മിസ് നല്ല ബോൾ പോലെ വീർത്ത് വരുന്ന പരുവത്തിൽ നമ്മളത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ പാനാണെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. എൻ്റെ അടുത്ത് വലിയ പാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സവാള ചേർക്കുകയാണ്. സവാള നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് സവാള മെരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് കോരി മാറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇത് ചെറിയ പാനായതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ആ ഓയിൽ ചേഞ്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്വാജീര എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നെടുക്കുവാ? എന്നാ പറ്റി ജീപ്പിന്? ചുമ്മാ കയറി നോക്കിയാണോ? ബോറടിച്ചപ്പം? ഒന്നുമില്ല കയറിക്കോ. ആ കൊച്ചു പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളേ അമ്മേ. ആ അപ്പൻ്റെ സാറുവാക്കണോ? ഇതൊന്നും പഠിക്കാൻ ഒരു സ്കൂളിലും വിടണ്ട, ഒന്നും വേണ്ട. സർവ്വ വണ്ടിക്കാര്യവും
അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഇഷ്ടമുള്ള കാര്യമാവുമ്പം. അതുകൊണ്ടാ പറഞ്ഞത് എന്നെ ജേർണലിസത്തിന് വിട്ടായിരുന്നെങ്കിൽ ഞാനും ഓഫായാ കിടക്കുന്നതെന്ന്. ഉണ്ണിക്കുട്ടൻ്റെ വർക്ക്ഷോപ്പ് പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇവിടെ എൻ്റെ വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓടി വന്ന് അതിലേക്ക് അരി എടുത്ത് ഇടുകയാണ്. അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വെച്ചതായിരുന്നു കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ പാകം തെറ്റിപ്പോവും. അപ്പോൾ ഇനി ആ അരി വേകണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിനും ഉണ്ണിക്കുട്ടൻ ഇവിടെ അടുത്ത പരിപാടി തുടങ്ങി കേട്ടോ. അടിപൊളി, സൂപ്പർ. 20 പുഷപ്പ് എടുത്തു. അപ്പ പോലും അത്രയും ചെയ്യത്തില്ല. 150 വരെ എടുക്കുവോ? 300 വരെ എടുക്കുവോ? അപ്പനെ കുറിച്ച് തള്ളാൻ നീ മാത്രം മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. കണ്ടോ ബിരിയാണി കിട്ടാത്തപ്പോ എന്റെ കൊച്ചെന്തൊക്കെയാ ചെയ്യുന്നത് കണ്ടോ? ആ തന്തയുടെ എളിക്ക് കൈ കൊടുക്കല അതുപോലെ നോക്കി ആ വിരല്. എന്റെ പൊന്നടാ പോവേ ഫോട്ടോ സ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഇതിനെയാ. അതിനെണ്ണണ്ട പോസ് ചെയ്യുവാന്ന് പുള്ളി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കോമ്പറ്റീഷന് പോയാലോടാ? പോയാലോ? പോയേക്കാം. ചുമ്മാ പോവാം. മസിലൊക്കെ ആയി, പോസ് ചെയ്യാനും പഠിച്ചു. അയന അയന മമ്മി അവനവിടെ ബോഡി ബിൽഡിങ്ങിന്റെ പോസ് കാണിക്കുമ്പോ മമ്മി വലത്തെ കൈ മുട്ടിക്കാൻ നോക്കണ്ട. പുള്ളി അവിടെ നിന്നൊക്കെ വളർന്നു പോയി. ആ ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. One, two, three, 4, 5, 6, 7, 8, 9, 10. രക്തത്തിലുള്ളതാണ് മോനെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാല് പോയോ? മതി 10 മതി. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. കഴിഞ്ഞോ? കഴിഞ്ഞോ? മടുത്തോ? കഴിഞ്ഞില്ലേ? 1, 2, 3, 4,
5, 6, 7, 8, 9, 10. അടുത്തതാ എണ്ണണോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇതെല്ലാം കൂടെ മിക്സഡ് വർക്കൗട്ടാണോ? കഴിഞ്ഞോ? മതി, ഇന്നത്തേക്ക് ഇത്ര മതി. മതി മതി പറ്റില്ല? ഇനി എന്നാ ഉള്ളേ? എടാ മടുക്കോടെ ഇച്ചിരി. അയ്യോ, അതൊക്കെ അപ്പം ഉള്ളപ്പോഴേ ചെയ്യാവുള്ളൂ. ആ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. മതി മതി. ആ ബിരിയാണി ഇപ്പം റെഡിയാകും. വർക്കൗട്ട് ഇത്ര മതിയേ. മടുത്തോ? ഓക്കെ. ബിരിയാണി ലേറ്റാവുന്നതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മുടെ ഈ അരി വേകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പറ്റുന്നതാണ് അതിൻ്റെ പാകം. അങ്ങനെ അരി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്കറിനകത്ത് വെന്ത ബീഫിനകത്തോട്ട് കുറച്ച് സവോള വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കണം. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഗ്രേവി പരുവമാക്കിയിട്ട് നമ്മുടെ ഈ വെന്ത റൈസ് ഒരു ലെയർ അതിനകത്തേക്ക് ഇട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് അരിഞ്ഞത് അതിന് മുകളിൽ കൂടി ഇട്ടിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് നമ്മൾ ആ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് ഇടുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തതും സവോള വറുത്തതിൻ്റെ ബാക്കി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കുക്കർ ദം വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ എന്നൊക്കെ പറയുന്ന സാധനം എടുത്ത് മാറ്റിയിട്ട് നമ്മളത് ഇങ്ങനെ കുറച്ച് നേരം വെക്കണം, ഒരു 5-6 മിനിറ്റ് വെക്കണം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ M4Techൻ്റെ മച്ചാമാരുടെ വീഡിയോയും കണ്ട് ഐസ്ക്രീം തിന്നാണ്. ഞാനും നിന്നൊരു ചോക്കോബാർ കഴിക്കുമായിരുന്നു കേട്ടോ, മാംഗോ ബാർ കഴിക്കുമായിരുന്നു. അന്നേരത്തേക്കിന് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം സെറ്റാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. എന്നിട്ട് ഞാനത് ഇഡലി പാത്രത്തിലേക്ക് തട്ടിയിട്ടു. നമുക്ക് പാത്രങ്ങൾ വലിയ പാത്രം ഇല്ലാത്തതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ഞെക്കി പിഴിഞ്ഞ് അവിടെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മമ്മി പപ്പടം കാച്ചുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ബിരിയാണി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടും അതിൽ ബഹളം വെച്ച് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സാലഡിനകത്തോടെ ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് തൈരും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോഴത്തേക്ക് സാലഡ് റെഡിയായി. സംഭവം എല്ലാം സെറ്റായി. ഇനി നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. കാരണം പാവപ്പെട്ട ഒരു കൊച്ചിനെ എത്ര നേരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രതീക്ഷ കൊടുത്ത് നമ്മൾ കിടത്തുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് വന്ന് അവനോട് ഫുഡ് അങ്ങനെ ബിരിയാണി അവന് കൊടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു ബിരിയാണി കൊതി കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നതാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ട് നല്ല ബിരിയാണി ആയിരുന്നു എന്ന് പറഞ്ഞു. റെസിപ്പി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. ഈ ഒരു ബിരിയാണിയുടെ വീഡിയോ പിന്നെ സെപ്പറേറ്റ് ആയിട്ടിടാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ണിക്കുട്ടനും ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും റെഡും ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത കളറാണ് റെഡ്. എന്നാലും ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും മമ്മിയുടെ ബ്രദറൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയുടെ ഏറ്റവും മൂത്ത ആങ്ങളെയും ഫാമിലിയും എല്ലാം വീട്ടിൽ വന്നു. പക്ഷേ അന്നേരത്തെ ആ ഒരു ഇതിൽ അവരും വന്നിട്ട് പെട്ടെന്ന് പോയി. അതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വണ്ടി എന്താ പറയുക ഇങ്ങനെ ഓടിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. 2016 ലൈസൻസ് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആ ഒരു ലൈസൻസ് ID കാർഡായിട്ട് മാത്രം യൂസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം എന്താണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ട് വീണ്ടും
വീണ്ടും അത് ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത് ആൽഫാമരിയ കോംപ്ലക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ സ്കൂളായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഞാൻ എൻ്റെ കരാട്ടെ പഠിച്ചത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കരാട്ടെ പഠിക്കാൻ വന്നുകൊണ്ടിരുന്ന ഇതാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. അങ്ങനെ ഞങ്ങൾ പപ്പയുടെ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കിന് നല്ലൊരു അടിപൊളി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം കൂടെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നി കേട്ടോ. ഞാൻ പുൽക്കൂട് ഉണ്ടാക്കാത്തതിൽ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ. ഉണ്ണീശോയും മാതാവും യോസേപ്പിതാവും മാത്രം മതിയായിരുന്നു ആ ഒരു പുൽക്കൂടിൻ്റെ അകത്തുനിന്നുള്ള ഐഡിയ എനിക്ക് തോന്നിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. ഞാനും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പുൽക്കൂടിൻ്റെ സെറ്റ് മേടിക്കാൻ എൻ്റെ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ച അത്രയ്ക്ക് ആ ഒരു എമൗണ്ട് ഇല്ലാഞ്ഞതുകൊണ്ടും എനിക്ക് ബ്രോഡ്വേയിലേക്ക് പോകാൻ പറ്റാഞ്ഞതുകൊണ്ടുമാണ്. അപ്പോൾ ആ ഒരു ഫുൾ സെറ്റ് മേടിക്കാനായിരുന്നു ഒത്തിരി പൈസ വേണ്ടത്. ഇങ്ങനെ ഈ ഒരു 3 രൂപം മാത്രം മേടിച്ചാൽ മതിയായിരുന്നു. അതൊരു ശരിയാണ്, അവളുടെ ചിന്തകൾ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പം അവളുടെ ട്രീ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് നിൽക്കുമായിരുന്നു. അതൊക്കെ എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ട ആ ഒരു ബെല്ലും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അവൾ 2 ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ നിൽക്കുകയായിരുന്നു. ഇനി എന്താ പറയുക, അടുത്ത വർഷത്തെ എൻ്റെ പുൽക്കൂട് എന്തായാലും അടുത്ത വർഷം എനിക്ക് എന്തായാലും പുൽക്കൂട് ഉണ്ടാക്കണം എന്ന് ഞാൻ ഈ വർഷം തീരുമാനിച്ചതാണ്. ട്രീയുടെ കാര്യം കഴിഞ്ഞ വർഷം തീരുമാനിച്ചതുപോലെ പുൽക്കൂടിൻ്റെ അരി ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ കാത്തിരിപ്പോ ഒക്കെ ആയിരിക്കും. ഇനി അടുത്ത ക്രിസ്മസ് ആകാൻ വേണ്ടി അതുവരെയുള്ള കാത്തിരിപ്പാണ് ഇനി ഒരു പുൽക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് അവളുടെ പുൽക്കൂടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ യൗസപിതാവിൻ്റെ പൂവെന്ന് പറയും കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക? ഇത് ഓർക്കിഡിൻ്റെ ഒരു വകഭേദമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ അടുത്ത് കാണുന്നത്. സാധാരണ ഇതിങ്ങനെ മരത്തിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ ഈ യൗസപിതാവിൻ്റെ പൂവെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ തനി സ്വഭാവം കാണണമെങ്കിൽ ഇതാണ് കേട്ടോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ പഴയ ഉണ്ണിക്കുട്ടനെ, അതായത് മൊബൈലിനൊക്കെ ആ ഒരു അഡിക്ഷൻ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ മൊബൈൽ എന്താണെന്നോ മൊബൈലിനകത്ത് ഇങ്ങനെ കാർട്ടൂണും ഗെയിംസും ഉണ്ടെന്നൊക്കെ അറിയുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു. ഇതുപോലെ മണ്ണിൻ്റെ അകത്ത് കളിച്ച് അലമ്പി വാരി നടക്കുന്നൊരു ഉണ്ണിക്കുട്ടൻ. അവനെ ഞാൻ വീണ്ടും കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ ഉണ്ണിക്കുട്ടനെയാണ് ഇഷ്ടം. ഇങ്ങനെ മണ്ണിനകത്തൊക്കെ കളിച്ച് സാധാരണ എല്ലാവരും പറയും ചൊറി വരും, അതാണ് ഇതാണ്, മണ്ണിൽ കളിക്കാൻ വിടല്ലേ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ മണ്ണിൽ കളിച്ച് തന്നെ വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. കാരണം മണ്ണിൽ കളിച്ചാലേ അവർക്ക് ആ ഒരു പ്രകൃതിയോടുള്ളൊരു സ്നേഹം ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ അവർക്ക് കിട്ടേണ്ടത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചൊറി വരും ചിരങ്ങ് വരും എന്നൊക്കെ പറയും. വന്നോട്ടെ, കുഴപ്പമില്ല, അതൊക്കെ വരുന്നത് നല്ലതാണെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ ചട്ടമ്പിക്കുട്ടൻ എന്നാ പറയുന്നത്, ഇപ്പം അങ്ങ് മൊബൈൽ മതി എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ആ പുൽക്കൂട്ടിലെ ലൈറ്റ് അങ്ങ് ഇട്ടതാണ് കേട്ടോ. അന്നേരത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ. എനിക്ക് പുൽക്കൂട് ഉണ്ടാക്കാത്തതിൻ്റെ സങ്കടം ഇപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വരുവാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു പച്ചപ്പും ഇതും ഒക്കെ. ഇപ്പം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ. പണ്ടൊന്നും ഇത്രയും ഇങ്ങനെ കിട്ടത്തില്ല. ഈ ഈന്തലയും അതുപോലെ തന്നെ ഉണ്ണീശോപ്പുല്ലും ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പിന്നെ എന്തെങ്കിലും ഓലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ട്രീ ഉണ്ടാക്കുന്നത്. പനയുടെ ഓലയൊക്കെ കൊണ്ടുവന്ന് ട്രീ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയല്ലേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും. നല്ല നല്ല രീതിയിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും നമുക്കത് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന പൈസ മതിയായിരുന്നു ഈ ഒരു പുൽക്കൂട് എനിക്കും ഉണ്ടാക്കാൻ എന്നൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ആ ഒരു വിഷമമൊക്കെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ തിരിച്ചു പോരുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നു അവന് പടക്കം പൊട്ടിക്കണം എന്ന്. അങ്ങനെ തിരിച്ചു വന്നപ്പോഴും അവൻ ഭയങ്കരമായിട്ട് മഴക്കുണ്ടാക്കിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കം മേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന കാര്യമല്ല. അത്യാവശ്യം നല്ലൊരു തുക ആ വഴിക്ക് പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പടക്കം മേടിച്ച പൈസ മതിയായിരുന്നു പുൽക്കൂടിൻ്റെ സെറ്റ് മേടിക്കാമെന്ന്. അത്രയും പൈസ വേണ്ടായിരുന്നു പുൽക്കൂടിൻ്റെ സെറ്റ് മേടിക്കാൻ. പിന്നെ എന്താ പറയുക, ഇത് അവൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം ചിലപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയാൽ അവന് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് സാരമില്ലാന്ന് വിചാരിച്ചു. ഈ പടക്കം എല്ലാം പൊട്ടിച്ച് ഈ കമ്പിത്തിരി ഇതിന് കൊരവപ്പൂ എന്ന് പറയും ഞങ്ങൾ. കൊരവപ്പൂവും അതുപോലെ തന്നെ കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തെ ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു മുഖവും അവൻ്റെ സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് ആ പൈസ പോയാൽ എന്താ സാരമില്ല, അവൻ അത്രയും ഹാപ്പി ആയില്ലേന്ന്. കാരണം ഞാൻ ഈ പടക്കം പൊട്ടിച്ച സമയത്തെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുടെ ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഉണ്ണിക്കുട്ടൻ്റെ ഈ പ്രായത്തിലൊക്കെയാണ് എൻ്റെ വീട്ടിലൊക്കെ
ഇതേപോലെ നമുക്ക് ചെറിയ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു ക്രിസ്മസിന്. അപ്പോൾ ആ ഒരു കമ്പിത്തിരി കത്തിച്ച ഓർമ്മയൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാതെ ക്രിസ്മസിന് അങ്ങനെ ഒരു പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഒരു ഓർമ്മയൊന്നും ഇല്ല. പടക്കം എനിക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പടക്കമൊന്നും മേടിക്കാത്തത്. പക്ഷേ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞിലെ. പിന്നെ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ ആ പരിപാടിയൊക്കെ നിന്നുപോയി കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ ഈ ഒരു ഏജിലൊക്കെ നമുക്ക് കമ്പിത്തിരിയൊക്കെ കിട്ടുമായിരുന്നു, പിന്നെ അതൊക്കെ നിന്നുപോയി. പിന്നെ പുൽക്കൂടുണ്ടാക്കൽ മാത്രമായിപ്പോയി നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഉണ്ണിക്കുട്ടൻ്റെ ഈ ഒരു വാശി കാരണം പറ്റി. അതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്ത ഒരു കാര്യം വീണ്ടും നമുക്ക് ആവർത്തിക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടനെ എന്നാ പറയുന്നത്, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ആ കമ്പിത്തിരിയൊക്കെ കണ്ടപ്പോൾ ഓടി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി അതിനകത്തോട്ട് അങ്ങോട്ട് പ്രോയായി കേട്ടോ. കണ്ടോ, ആദ്യമൊക്കെ പുള്ളിക്ക് പേടിയായിരുന്നു. പിന്നെ അവനെക്കൊണ്ട് തന്നെ ഇത് വീണ്ടും ചെയ്യിച്ചതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ അപ്പ ഇല്ലല്ലോ. അപ്പം എപ്പോഴും എല്ലാവരും പറയും അമ്മമാർ വളർത്തുന്ന പിള്ളേരൊക്കെ ധൈര്യം കുറവാണ്, അല്ലെങ്കിൽ അമ്മമാർ വളർത്തുമ്പോൾ പിള്ളേർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇപ്പോൾ എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ ഒരു പേടിയില്ലാത്ത കൊച്ചായിരുന്നു. എത്ര ഹൈറ്റിൽ നിന്ന് ചാടണമെങ്കിലും എത്ര ഹൈറ്റിൽ നിന്ന് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും അവൻ ചെയ്യുമായിരുന്നു. അതുപോലെ അവൻ്റെ പ്രായത്തിലുള്ള ഒരു പിള്ളേരും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കായലിൽ ചാടി എന്നത് ഞാൻ കണ്ടിട്ടില്ല. അവന് ഇച്ചായൻ്റെ കൂട്ടത്തിൽ കായലിൽ ഇറങ്ങാനൊന്നും ഒരു പേടിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളുടെ തെറ്റുകൊണ്ട് അവനിപ്പോൾ കായലിൽ ഇറങ്ങത്തില്ല, അല്ലെങ്കിൽ അവൻ ഇതേപോലെ ഹൈറ്റിൽ നിന്നൊക്കെ ചാടാൻ പേടി, അങ്ങനെയൊക്കെ വന്നപ്പം അതിൻ്റെ കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേടിയൊക്കെ മാറാനുള്ളതാണ്. നമ്മൾ കുറച്ച് വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ പേടിയൊക്കെ മാറ്റി കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ആ ഒരു പേടിയൊക്കെ പോയി കേട്ടോ. ഈ ഒരു കുരവപ്പൂവിനോടും അതുപോലെ കമ്പിത്തിരിയോടും ഒക്കെ ഉള്ളവൻ്റെ പേടി പോയി. അവൻ നല്ല ആക്റ്റീവായി, അവൻ ഭയങ്കര പ്രോയായി. 2 കൈയിലൊക്കെ പിടിച്ചായിരുന്നു പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പേടിയൊക്കെ മാറ്റുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉണ്ണിക്കുട്ടന് അവനെ നമ്മൾ തന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും വിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുരവപ്പൂ എന്ന് പറയുന്ന സാധനം ഒരു ഇച്ചിരി ഡേഞ്ചറാണ്, അതുകൊണ്ട് നമ്മൾ കൂടെ നിന്നൊക്കെയാണ് അവനെ കൊണ്ടും കത്തിച്ചത്. അപ്പം അവനാണെങ്കിലും ആ ഒരു കമ്പിത്തിരിയൊക്കെ തന്നെ കത്തിച്ച് കറക്കാനും എടുക്കാനും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ അന്നേരം എല്ലാം ഞാനിങ്ങനെ എണ്ണി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൊച്ചിലെ 4 ഉണക്ക കമ്പിത്തിരി മേടിച്ച് തന്ന് ഞങ്ങളെ ചതിച്ചതാണ്, ഞങ്ങൾക്ക് വേണ്ട രീതിയിലൊന്നും ചെയ്തു തന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി കോരി ഒഴിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും എല്ലാവരുടെയും മുഖത്തെ ആ ഒരു ചിരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ കുറേ എന്നാ പറയുന്നത്, കുറേ ഇങ്ങനെ കുരവപ്പൂവും അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. കുറേ സമയം നമ്മളിങ്ങനെ എൻജോയ് ചെയ്തു. ഉണ്ണിക്കുട്ടൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ഒരിത്. കാരണം അവൻ ആദ്യമായിട്ടാണ് അവനിങ്ങനെ ഈ ഒരു പൂത്തിരി കത്തിക്കുന്നതും. അതേപോലെ നമ്മൾ ക്രിസ്മസിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചിലെ എനിക്ക് ഉണ്ണിക്കുട്ടൻ്റെ പ്രായമുള്ളപ്പോൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി, ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ എന്നാ പറയുന്നത്, ക്രിസ്മസിൻ്റെ ഒരു ചെറിയ വിഷമം, പുൽക്കൂട് കെട്ടാത്തതിൻ്റെ ചെറിയ ഒരു വിഷമം ഈ ഒരു ഇതിലൂടെ അങ്ങ് മാറി കിട്ടി കേട്ടോ. പക്ഷേ അടുത്ത വർഷം നമുക്ക് പുൽക്കൂട് കെട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അതേ പുള്ളി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കറക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അത്രയും പ്രോ ആയി. ഇനി കുറച്ച് കഴിയുമ്പോൾ 2 കൈയിലൊക്കെ പിടിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്, പൊട്ടുന്ന സാധനങ്ങളൊക്കെ. ഈ കുരവപ്പൂവൊക്കെ ചിലപ്പം അതിൻ്റെ ഫില്ലിങ് കറക്റ്റ് അല്ലെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 കിലോമീറ്റർ മാറി നിന്നിട്ടേ അതൊക്കെ കത്തിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോണസാണ് കേട്ടോ. ഇതേതോ കാശുള്ളവും പൊട്ടിച്ച പടക്കമാണ്, നമ്മുടേത് ചെറിയ ചെറിയ പടക്കങ്ങളായിരുന്നു. ഇത് നല്ല കാശുള്ളവും പൊട്ടിച്ച പടക്കമാണ് കേട്ടോ. അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ പൊട്ടിച്ച പടക്കം. കത്തിച്ചോ ഉണ്ണിക്കുട്ടൻ്റെ ഒരു കുഞ്ഞു വാശി സാധിച്ചു കൊടുത്തപ്പോൾ അത് എത്രത്തോളം വലിയ സന്തോഷം നമുക്ക് തന്നതെന്നുള്ളത് പിന്നീടാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എന്തായാലും ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു വാശി അംഗീകരിച്ച് കൊടുത്തതിൽ ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല, അത് നന്നായി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ മേളിലേക്ക് പോയി പൊട്ടുന്ന കുറച്ച് പടക്കങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ തെക്കോട്ട് വിട്ട് കഴിഞ്ഞാൽ വടക്കോട്ട് പോകുന്ന സാധനമായിരുന്നു. ഞാൻ ക്യാമറ ഒരു സൈഡിലോട്ട് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകും, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വേണ്ട അവൻ്റെ പേടിയൊക്കെ മാറി നല്ല പ്രോ ആയിട്ട് നിന്ന് ഇതൊക്കെ പൂത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ പടക്കം മേളിൽ പോയി പടപടയെന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. അത് കുറേ എണ്ണമൊക്കെ പൊട്ടുമ്പോഴാണ് എനിക്ക് 1-2 എണ്ണമൊക്കെ കിട്ടുന്നത്. അങ്ങനെ ദേ ഉണ്ണിക്കുട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര പ്രോ ആയി കേട്ടോ. 2 കൈയിലൊക്കെ കമ്പിത്തിരി പിടിച്ചുകൊണ്ട് തന്നെ പോയി നിന്ന് കത്തിക്കുകയാണ്. തന്നെ നിർത്തിയില്ല കേട്ടോ, ഞാൻ അടുത്ത് പോയി നിന്നു. എന്നാലും നമ്മളാരും ഹെൽപ്പ് ചെയ്യാണ്ട് അവൻ തന്നെ പോയി അത് കത്തിച്ച് 2 കൈയിലും പിടിച്ചുകൊണ്ട് നിന്ന് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ഇച്ചിരി പൈസയൊക്കെ മുടക്കിയെങ്കിലും അവൻ്റെ ആ ഒരു പേടി മാറിയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടോ, തന്നെ പോയി പുള്ളി കുരവപ്പുമൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കത്തിയപ്പോഴത്തേക്കിന് തന്നെ പുറകോട്ട് മാറി, നമ്മൾ പറയാതെ തന്നെ. അതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സന്തോഷമായി.
അങ്ങനെ ദേ നമ്മുടെ ഈ ഒരു വെടിക്കെട്ട് പരിപാടി ഇവിടെ ഏകദേശം അവസാനിക്കാറായി കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ ഇനി അടുത്ത വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് പരിപാടികൾ ഏകദേശം അവസാനിക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്കിന് ഉണ്ണിക്കുട്ടൻ 2 കൈയിലൊക്കെ കമ്പിത്തിരി പിടിച്ച് ഭയങ്കര കറക്കലൊക്കെ ആയി, ഭയങ്കര പ്രോ വേർഷനായി പുള്ളി. അതുവരെ പുള്ളിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. അങ്ങനെ അവസാനത്തെ പടക്കം നമ്മൾ ദേ വിടാൻ പോവുകയാണ്. പക്ഷേ അത് ചീറ്റിപ്പോയി കേട്ടോ. മേളിലേക്ക് വിട്ട സാധനം താഴോട്ട് വന്ന് പറമ്പിൽ വീണിട്ടാണ് പൊട്ടിയത്. ആരോ വിട്ട റോക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അങ്ങനെ ദേ ലാസ്റ്റ് കുരവപ്പൂ നമ്മൾ കത്തിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് കുരവപ്പൂവും ദേ ആർഭാടമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഗുണ്ടോടുകൂടി നമ്മുടെ വെടിക്കെട്ട് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.